സിന്ധു നദി ലഡാക്കിന്റെ ജീവരേഖ. സിന്ധു നദിയെ ലഡാക്കിന്റെ ജീവരേഖ എന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. പ്രധാന ജലസ്രോതസ്സ്. ലഡാക്ക് ഒരു ശീതമരുഭൂമി കോൾഡ് ഡെസേർട്ട് ആയതിനാൽ മഴ വളരെ കുറവാണ്. ഇവിടെയുള്ള ആളുകൾക്ക് കൃഷി, കുടിവെള്ളം, മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കുള്ള ജലത്തിന്റെ പ്രധാന ആശ്രയം സിന്ധു നദിയാണ്. ആവാസവ്യവസ്ഥയുടെ കേന്ദ്രം. നദിയും അതിന്റെ പോഷകനദികളും ചേർന്നാണ് ലഡാക്കിലെ ഫലഭൂയിഷ്ഠമായ താഴ്വരകൾക്ക് രൂപം നൽകുന്നത്. ഈ താഴ്വരകളിലാണ് ലേലേഹ് പോലുള്ള പ്രധാന ജനവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കൃഷിയെ പരിപോഷിപ്പിക്കുന്നു. കടുപ്പമേറിയ കാലാവസ്ഥയിലും പരിമിതമായ കൃഷിയെ, പ്രധാനമായും ബാർലി, പച്ചക്കറികൾ നിലനിർത്താൻ സഹായിക്കുന്നത് സിന്ധു നദിയിലെ ജലസേചനമാണ്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം. സിന്ധു നദിക്കരയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിലൊന്നായ സിന്ധു നദീതട സംസ്കാരം രൂപപ്പെട്ടത്. ലഡാക്കിലെ പല മൊണാസ്ട്രികളും ചരിത്രപരമായ സ്ഥലങ്ങളും നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സിന്ധു നദിയുടെ സഞ്ചാരപാത. ലഡാക്കിൽ. ഉത്ഭവം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകളിലെ മാനസരോവറിന് സമീപത്തുനിന്നാണ് ലഡാക്കിലേക്ക്. ഇത് തെക്ക് കിഴക്ക് ദിശയിൽ ലഡാക്കിലേക്ക് പ്രവേശിക്കുകയും കിഴക്കൻ ലഡാക്ക് വഴി പടിഞ്ഞാറോട്ടാണ് ഒഴുകുകയും ചെയ്യുന്നത്. പ്രധാന സ്ഥലങ്ങൾ ലേ, ഷേ, തിക്സേ, തിക്സി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്ക് വിട്ട് സിന്ധു നദി ലഡാക്കിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ നിന്ന് അറബിക്കടലിൽ ലയിക്കുകയും ചെയ്യുന്നു. ലഡാക്കിന്റെ പ്രകൃതി, സമ്പദ്വ്യവസ്ഥ, സംസ്കാരം എന്നിവയെല്ലാം ഈ നദിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.